ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. രാത്രിയാണ്. അപ്പം RCMൻ്റെ പ്രോഡക്റ്റ് ചെറുതായിട്ടൊരു മേക്കപ്പായിട്ട് ഉപയോഗിച്ചിട്ടാണ് പുറപ്പെടൽ. അപ്പോൾ അതെങ്ങനെയൊന്ന് കാണിക്കുക, ഷോർട്ടായിട്ടൊരു ചെറിയൊരു വീഡിയോ അല്ലേ, ഒരു മിനി ബ്ലോഗായിട്ട് കാണിക്കാം. ഇതില്ലാണ്ടൊരു കളിയില്ലല്ലേ, ഇത് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. അപ്പം RCMൻ്റെ ഗ്ലോപ്പാണ് സ്പ്രേ, സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുക, ആഫ്റ്റർ ഷേവ് ആയിട്ട് ഉപയോഗിക്കുക, എല്ലാം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നമുക്ക് ചെറുതായിട്ട് ഇത് നടിക്കാം. അതിനുശേഷം ഞാൻ എന്താ പറയുക, ഒരു ബ്ലെൻഡറോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്ത് നമുക്ക് കല്യാണത്തിന് പോവാം. അപ്പോൾ ഇത് നൈറ്റ് ഉപയോഗിക്കുന്ന എന്താ സൺസ്ക്രീൻ എന്ന് വിചാരിക്കുന്നത്. സൺസ്ക്രീനാണ് 50 SPF ഉള്ള, അപ്പോൾ 50 എബോവ് SPF ആണ്. പക്ഷേ ഇത് മോയ്സ്ചറൈസ് ആയിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ഈ സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ രാത്രിയും ഇത് ഉപയോഗിക്കലുണ്ട്. ഇത് വേഗം ചെയ്യാമല്ലേ. എനിക്ക് എഡിറ്റിംഗ് ഒക്കെ അങ്ങനെ പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിൽ പിന്നെ എന്താ പറയുക, അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് പിടിച്ചിട്ടൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റാണ് വീഡിയോ ഇടാനൊക്കെ, അപ്പോൾ വ്യൂവേഴ്സൊക്കെ നല്ല കുറവാണ്. അപ്പോൾ ഞാൻ ഒന്ന് സൺസ്ക്രീൻ ഇട്ടു. സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് RCMൻ്റെ തന്നെ BB ക്രീം, അതായത് ഫൗണ്ടേഷനായിട്ടും നമുക്ക് BB ക്രീമായിട്ട് ഒരു മേക്കപ്പ് ആയിട്ടൊക്കെ ലൈറ്റ് മേക്കപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന BB ക്രീം. ഇത് ശരിക്കും മീഡിയം ഷെയ്ഡാണ്. മീഡിയം ഷെയ്ഡും വാം ഷെയ്ഡുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ലൈറ്റ് ഷെയ്ഡുണ്ട്, 3 ഷെയ്ഡുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ പഴയ വീഡിയോയിലൊക്കെ, മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ ഈ ഒരു BB ക്രീം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നന്മയും ഇതിൻ്റെ എന്താ പറയുക ഇൻഗ്രീഡിയൻസും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു BB ക്രീം ഉപയോഗിക്കാം. നമുക്ക് എന്താ പറയുക, ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ മുഖത്തിന്, അതായത് എനിക്ക് ഇവിടെ ആക്സിഡൻറ്റിൻ്റെ കലയൊക്കെ ഉണ്ട്, ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് കയറി പോയിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ട കലയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടൊക്കെ ലൈറ്റായിട്ട് എടുത്ത് പിടിക്കാതെ നമുക്കൊന്ന് ഈ ഒരു ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. താഴത്ത് ബഷീർക്ക നല്ല വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ എന്തിനു പോയതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ പുറപ്പെട്ട് ഇതാ വരാം എന്ന് പറഞ്ഞതാണ്. അപ്പം ഈ ഒരു BB ക്രീം ഇട്ടു. അതിന് ശേഷം ഇത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ RCMൻ്റെ തന്നെ ഹൈലൈറ്ററായിട്ടും അതുപോലെ നമുക്ക് നന്നായിട്ടൊരു ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ല ഒരു എന്താ പറയുക കെമിക്കലൊന്നും ഇല്ലാത്ത നമ്മുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഒരു പിങ്ക് ഷെയ്ഡുള്ള സ്ട്രോപ്പ് ക്രീമാണ്. അപ്പം അതും ഇങ്ങനെ ഒരു ഹൈലൈറ്ററായിട്ടൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഒരു 30-ന് ശേഷമൊക്കെ അത്യാവശ്യം ഇങ്ങനത്തതൊക്കെ ഉപയോഗിക്കാം. ഭയങ്കര എടുത്ത് പിടിച്ചൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് 30-ന് ശേഷം നിർബന്ധമായിട്ട്, ഇപ്പോൾ കുട്ടികളാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ 30-ന് ശേഷമൊക്കെ അത്യാവശ്യം ലൈറ്റായിട്ട് നമ്മൾ സ്കിന്നിനെ കെയർ ചെയ്യുക, അതായത് സ്കിന്ന് തൂങ്ങുന്നതും ടൈറ്റൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അടിപൊളി ക്രീമും മാത്രം. അതായത് ഇത് പരസ്യത്തിലൊന്നും കാണില്ല. നമുക്ക് ഇൻസ്റ്റാ പേജ് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഫേസ് സ്കാനറുടെയും മറ്റോ മറിച്ചും പരസ്യമായിട്ട് എല്ലാ വ്ളോഗേഴ്സും വന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ചിലപ്പം RCM ഉപയോഗിക്കുന്നവർ മാത്രമേ പറയൂ, കാരണം ഇതിന് പരസ്യങ്ങളില്ലാതെ നമ്മളിലെത്തുന്ന മായമില്ലാത്ത പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലൈറ്റ് മേക്കപ്പ്. കൂടാതെ ഞാൻ എന്താ പറയുക, ഇതിൻ്റെ കാജലുണ്ട്, ഞാൻ എടുത്ത് വെച്ചിരുന്നു. കാജലുണ്ട്, അതൊന്ന് വരയും. ചെറുതായിട്ടൊന്ന് കാജൽ നമുക്ക് വരഞ്ഞു. ഇതും RCMൻ്റെ തന്നെ കാജലാണ്, വാട്ടർ പ്രൂഫാണ്. നമുക്ക് എന്താ പറയുക, ഈ എഴുതിയ പോലെ എനിക്ക് ചെറുതായിട്ടാണ് എഴുതാൻ പറ്റും, അതുകൊണ്ടാണ് എഴുതിയ പോലെ അവിടെ ഉണ്ടാവും. ഇതിൻ്റെ മസ്കാരയും അതുപോലെ ഐലൈനറും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക മാറ്റിൻ്റെ RCMൻ്റെ തന്നെ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. പലതരം ലിപ്സ്റ്റിക്കുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്കും ലിപ് ബാമും ഒക്കെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് ഒരു എന്താ പറയുക, നമുക്കിവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉപയോഗിക്കാം. പക്ഷേ ഞാനങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. അടിപൊളിയാണ്. അപ്പം അടിപൊളിയല്ലേ, ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തു, കണ്ണടയിട്ടു, മഞ്ചായി. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.